പ്രതിപക്ഷ നേതാവായിട്ട് ഉമ്മൻചാണ്ടി വരുന്നു. അതിനുശേഷം KPCC അധ്യക്ഷനായിട്ട് രമേശ് ചെന്നിത്തല വരുന്നു. അവിടെ നിന്നുമല്ലേ ഈ കോൺഗ്രസ് തിരിച്ചു വന്നത്, 2011 ഭരണം പിടിച്ചത്. 2016 ഭരണം നഷ്ടപ്പെടാൻ കാരണം എന്താണ്? VD സതീശന്റെ നിശിതമായ വിമർശനങ്ങളല്ലേ? ഈ സർക്കാരിനെ തീവട്ടിക്കൊള്ളക്കാരുടെ സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാരിനെ വിളിച്ചില്ലേ? കണ്ണൂരെ ഇന്നലെ നടന്ന പ്രകടനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുധാകരൻ സതീശേട്ടന് കൊടുത്തേക്കുന്ന പണിയാണത്. കാരണം കേന്ദ്ര നിരീക്ഷകരുള്ള സമയത്ത് ഹൈക്കമാൻഡിന്റെ തീരുമാനം വരുന്നതിന് മുമ്പായിട്ട് ഓരോ MLA-മാരുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തെരുവിലേക്ക് ഇറക്കി വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു PR വർക്കിന്റെ ഭാഗമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാവത്തില്ലേ? ഒരു മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ആളുകൾ ഓടിയെത്തുന്ന അത്രയും ജനം ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓടി തിരുവനന്തപുരത്തെത്തിയിരുന്നു. അത്രയും ജനപ്രീതിയുള്ള ഒരു നേതാവ് തന്നെയാണ് ശ്രീ രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു രമേശ് ചെന്നിത്തല തന്നെയാണ് മുഖ്യമന്ത്രിയായിട്ട് വരേണ്ടത്. നമസ്കാരം സാറേ. കേരളത്തിലെ കോൺഗ്രസ് ഇപ്പോൾ 3 പക്ഷമായിട്ട് തിരിഞ്ഞിരിക്കുക. അതിൽ VD സതീശൻ പക്ഷത്തേക്കുള്ള ഒരു ലേറ്റസ്റ്റ് എൻട്രി ആയിട്ട് നമ്മുടെ N ശക്തൻ രംഗത്ത് വന്നിരിക്കുക. മുൻ സ്പീക്കറും കോൺഗ്രസ് നേതാവൊക്കെ ആയിട്ടുള്ള അദ്ദേഹം പറയുന്നത് ജനപക്ഷ നായകൻ, നിലപാടുകളുടെ രാജകുമാരൻ എന്നൊക്കെ പറഞ്ഞൊക്കെയാണ് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം VD സതീശൻ്റെ സ്ഥാനം പോലും ഒരു തീരുമാനമാവാതിരിക്കുന്ന ഒരു അവസരത്തിൽ N ശക്തനെ പോലൊരു നേതാവ് ഇങ്ങനെ ഒരു പരസ്യ പിന്തുണയായിട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തെങ്കിലും വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ടോ? സിമ്പിൾ. അതായത് VD സതീശൻ മന്ത്രിയാവാതെ മാറി നിൽക്കും, മുഖ്യമന്ത്രി ആയിട്ടില്ലെങ്കിൽ ഒരു സ്ഥാനവും ഏറ്റെടുക്കില്ലെന്നാണ് VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ VD സതീശനെ പരസ്യമായിട്ട് പിന്തുണച്ചിട്ടുള്ള ഒരു സീനിയർ നേതാവ് എന്ന് പറയുന്നത് N ശക്തനാണ്. N ശക്തനെ മന്ത്രിയാക്കും. VD സതീശൻ ഗ്രൂപ്പിൽ നിന്ന് മന്ത്രിയാകാൻ പോകുന്നയാൾ N ശക്തനായിരിക്കും. അത് ആ ഒരു ലോജിക്ക് അത്രേ ഉള്ളൂ. അതല്ലെങ്കിൽ പക്വതയും പാകതയും ഒക്കെയുള്ള N ശക്തനെ പോലെയുള്ള ഒരു നേതാവ് തോന്നുന്നുണ്ടോ VD സതീശന് വേണ്ടിയിട്ട് പരസ്യമായിട്ട് രംഗത്ത് വരുമെന്ന്? ഒരു കാരണവശാലുമില്ല. ഇതൊക്കെ N ശക്തൻ ആരാണ്, എന്താണെന്നും N ശക്തൻ്റെ നിലപാടുകൾ എന്താണ് എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ കരിയർ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതെല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. N ശക്തനല്ല നമ്മുടെ വിഷയം ഇന്നത്തെ, എങ്കിലും N ശക്തൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ ഈ കോൺഗ്രസിനകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ തമ്മിലടി അത് വലിയ ഒരു രീതിയിലുള്ള ഒരു പ്രശ്നമാണ് എന്ന് നമ്മൾ കാണേണ്ടതില്ല. ഇവിടെ പ്രശ്നമാകുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ VD സതീശൻ്റെ നിലപാടുകൾ തന്നെയാണ്. കാരണം കോൺഗ്രസ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ അധികാരത്തിൽ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ് മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന് വിപരീതമായിട്ട് MLA-മാരുടെ അഭിപ്രായത്തിനൊക്കെ മുകളിലാണ് താൻ എന്നൊരു ഭാവം VD സതീശനുണ്ട്. ആ ഭാവമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയട്ടെ, കാരണം MLA-മാർ തിരഞ്ഞെടുക്കട്ടെ മുഖ്യമന്ത്രിയെ. ജനങ്ങൾ MLA-മാരെ തിരഞ്ഞെടുത്തു, ഇനി MLA-മാർ തിരഞ്ഞെടുക്കട്ടെ മുഖ്യമന്ത്രിയെ. അതല്ല എന്നുണ്ടായിരുന്നെങ്കിൽ VD സതീശനെ പിന്തുണയ്ക്കും എന്നുറപ്പുള്ള ആളുകളെ മാത്രമേ മത്സരിപ്പിക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ VD സതീശൻ മാത്രമല്ല കണ്ടസ്റ്റ് ചെയ്തത്, ഇവിടെ ഈ KC വേണുഗോപാലും കണ്ടസ്റ്റ് ചെയ്തിട്ടുണ്ട്. നേരിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാനും പിടിച്ചിരുന്നത് KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയൊക്കെ അല്ലേ. മുരളീധരനെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് സാധിക്കുമോ? ഇന്നിപ്പോൾ മുരളീധരൻ്റെതായിട്ടൊരു പ്രസ്താവന വന്നിട്ടുണ്ട്, ഫ്ലെക്സിന്റെ വലിപ്പമല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതെന്ന്. ഇതെന്തുവാ ഇത്? ഇതെന്താണ്? എല്ലാവരെയല്ല ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് വികാരപരമായിട്ടാണ് VD സതീശൻ കാര്യങ്ങളെ സമീപിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഇത് ഹൈക്കമാൻഡിൻ്റെ അസസ്മെൻറ്റ് വരുന്ന സമയത്തും ഇത് തന്നെയല്ലേ സംഭവിക്കത്തുള്ളൂ. കാരണം വികാരപരമായിട്ട് കാര്യങ്ങളെ സമീപിച്ചു കഴിഞ്ഞാൽ അത് വളരെ വൈകാരികമായിട്ട് പോകത്തില്ലേ. ഇത് വിവേകത്തോടു കൂടി കൈകാര്യം ചെയ്യേണ്ട സംഭവങ്ങളല്ലേ ഒരു മുഖ്യമന്ത്രി എന്നൊക്കെ പറയുന്നത്. കോൺഗ്രസിനകത്ത് എന്നും സംഭവിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നു. ആ റിസൾട്ട് വന്നതിന് ശേഷം പിന്നീട് നിയമസഭാ കക്ഷി ചേരുന്നു. നിയമസഭാ കക്ഷി ചേർന്നതിന് ശേഷം ലീഡറെ തിരഞ്ഞെടുക്കുന്നു. കാരണം ഇപ്പോൾ കരുണാകരനെ തിരഞ്ഞെടുത്തത് ഏകപക്ഷീയമായിട്ടാണ്. കാരണം ശ്രീ കരുണാകരൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള കാര്യം എല്ലാവർക്കും ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കരുണാകരനെ നിയമസഭാ കക്ഷി നേതാവായിട്ട് ആണ് തിരഞ്ഞെടുത്തത്. അതിനുശേഷം അത് ഡൽഹിക്ക് അയച്ചു. ഡൽഹിയിൽ നിന്നുമാണ് പ്രഖ്യാപനം വരിക. അതിനുശേഷം AK ആന്റണിയെയും നിയമസഭാ കക്ഷി നേതാവായിട്ട് തിരഞ്ഞെടുത്തു. അതിനുശേഷം ഡൽഹിയിൽ നിന്നാണ് പ്രഖ്യാപനം വന്നത്. പിന്നീട് ഉമ്മൻചാണ്ടി സാറിനെ നിയമസഭാ കക്ഷി നേതാവായിട്ട് തിരഞ്ഞെടുത്തു. അതിനുശേഷം ഡൽഹിയിൽ നിന്നാണ് പ്രഖ്യാപനം വന്നത്. ഇതിപ്പോൾ 4-ാം തീയതി റിസൾട്ട് വന്നു. ഇന്നിപ്പോൾ 8-ാം തീയതി ആയിട്ടേ ഉള്ളൂ. 5-ാം തീയതി തുടങ്ങി മുഖ്യമന്ത്രി എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ കിടന്ന് VD സതീശൻ്റെ അനുയായികൾ പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങിയതേ. അവിടെയാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. ഇന്നയാൾ തന്നെ മുഖ്യമന്ത്രിയായിട്ട് വരണം എന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞുകൊണ്ടാണോ ഇലക്ഷനെ നേരിട്ടത്? അതല്ലെങ്കിൽ ഒരു ധൈര്യം കാണിക്കണമായിരുന്നു.
ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് വിജയിച്ചാൽ വി.ഡി. സതീശനായിരിക്കും മുഖ്യമന്ത്രി എന്ന ഒരു പ്രതീതി ഇവിടെ ഉണ്ടായതായിട്ട് തോന്നുന്നുണ്ടോ? ജനങ്ങൾക്കിടയിൽ അങ്ങനെ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അതായത് 2021 മുതൽ 2026 വരെ ഉള്ള കാലഘട്ടത്തിൽ, അതിനു മുമ്പുള്ള കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് ഇവിടെ തകർന്നടിഞ്ഞ് കിടക്കുകയായിരുന്നു എന്ന രീതിയിൽ പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. കോൺഗ്രസ് ഏറ്റവും പരിതാപകരമായ അവസ്ഥയിലേക്ക് പോയിരുന്നത് ഈ 2005 തുടങ്ങിയുള്ള കാലഘട്ടമാണ്. അതായത് DICയുടെ രൂപീകരണം ശ്രീ കെ കരുണാകരന്റെ നേതൃത്വത്തിൽ DIC രൂപീകരിച്ച സമയത്താണ് കേരളത്തിലെ കോൺഗ്രസ് തകർന്നടിഞ്ഞു പോയത്. അങ്ങനെ തകർന്നടിഞ്ഞു പോയ ആ കോൺഗ്രസിനെ മുൻപോട്ട് കൊണ്ടുവന്നത് ശ്രീ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും കൂടിയിട്ടാണ്. പ്രതിപക്ഷ നേതാവായിട്ട് ഉമ്മൻചാണ്ടി വരുന്നു, അതിനുശേഷം KPCCയുടെ അധ്യക്ഷനായിട്ട് രമേശ് ചെന്നിത്തല വരുന്നു. അവിടെ നിന്നുമല്ലേ ഈ കോൺഗ്രസ് തിരിച്ചു വന്നത്, 2011 ഭരണം പിടിച്ചത്. അതിനുശേഷം 2016 ഭരണം നഷ്ടപ്പെടുന്നു. 2016 ഭരണം നഷ്ടപ്പെടാൻ കാരണം എന്താണ്? വി.ഡി. സതീശന്റെ നിശിതമായ വിമർശനങ്ങളല്ലേ? ഈ സർക്കാരിനെ തീവെട്ടിക്കൊള്ളക്കാരുടെ സർക്കാരിന് ഉമ്മൻചാണ്ടി സർക്കാരിനെ വിളിച്ചില്ലേ? അത്രയും നിശിതമായിട്ട് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ പോലും വിമർശിച്ചിട്ടില്ലല്ലോ. അപ്പോൾ കോൺഗ്രസ് ഇവിടെ ഇല്ലായിരുന്നു, ഞാനാണ് ഇവിടെ കോൺഗ്രസിനെ ഉണ്ടാക്കിയത് എന്നൊക്കെ വി.ഡി. സതീശൻ ഒരു നരേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് വി.ഡി. സതീശൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളതൊരു സത്യമാണ്. ഇന്ന് ഈ പറയുന്ന ആളുകളൊന്നും നാളെ വി.ഡി. സതീശന്റെ കൂടെ ഉണ്ടാവില്ല. വി.ഡി. സതീശൻ MLA സ്ഥാനം രാജിവെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതൊക്കെ ഒരു നെഗോഷിയേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. കടന്നൽക്കൂട്ടം ഇളകും. എവിടെ ഇളങ്ങാനായിട്ട്, എവിടെ ഇളകുന്നായി പറയുന്നത്? 10 വർഷത്തിന് ശേഷം കോൺഗ്രസിന് അധികാരം കിട്ടിയിരിക്കുന്നതാണ്. അധികാരം എവിടെയുണ്ടോ ആ പക്ഷത്തേക്ക് മാറും. ചില താല്പര്യങ്ങളുണ്ട്, പ്രത്യേക താല്പര്യങ്ങളുണ്ട്. അതിപ്പോൾ കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിന്റെ പുറത്തുണ്ടായിരുന്ന പോലീസ് ചെക്ക് പോസ്റ്റൊക്കെ ഇപ്പം മാറ്റി കൊടുത്തിട്ടുണ്ട്. ബാക്കി ഞാൻ പറയുന്നില്ലല്ലോ. ഞാൻ എല്ലാ ദിവസവും പറയുന്നതാണ്, വി.ഡി. സതീശനെ ബാക്കപ്പ് ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിട്ട് അവരുടെ ഗോൾഡ് ബിസിനസിന്റെ ഭാഗമായിട്ടാണോ എന്ന് പോലും ഇപ്പൊ സംശയിക്കേണ്ടിയിരിക്കുന്നത് ഇതൊക്കെ. കാരണം വലിയ ഒരു അപകടത്തിലാണ് ഈ വി.ഡി. സതീശൻ പോയി ചാടി കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് വാസ്തവമാണ്. അത് നാളുകളിലെ വി.ഡി. സതീശൻ എന്ന് പറയുന്ന വ്യക്തിക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. പിന്നെ ഈ സതീശേട്ടൻ എന്ന് പറയുന്ന ആൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പൊതുജനങ്ങളൊക്കെ തെരുവിലിറങ്ങി എന്ന് കരുതി ഹൈക്കമാൻഡ് അവരുടെ തീരുമാനം മാറ്റുമോ? കാരണം VS അച്യുതാനന്ദന് വേണ്ടിയിട്ട് ജനങ്ങൾ തെരുവിലിറങ്ങി. അത് യഥാർത്ഥ ജനങ്ങളാണ്, അതുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് കമ്മ്യൂണിസ്റ്റുകളാണ് തെരുവിലിറങ്ങിയത്. ഞാൻ പറയട്ടെന്ന്, ഇന്നലെ എറണാകുളത്ത് ജനം തെരുവിലിറങ്ങി. അറിയപ്പെടുന്ന ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന് അതിന് മുമ്പിലുണ്ടായിരുന്നോ? അറിയപ്പെടുന്ന ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ്? നമ്മൾ സ്ഥിരം എറണാകുളത്തുള്ള ഈ കോൺഗ്രസിന്റെ സമരങ്ങളൊക്കെ കണ്ടിട്ടുള്ളതല്ലേ. അങ്ങനെ കോൺഗ്രസിന്റെ സമരമുഖത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ കാണാൻ പറ്റിയോ? ആകപ്പാടെ കണ്ണൂര് കാണാൻ സാധിച്ചു. കണ്ണൂര് ഇന്നലെ നടന്ന പ്രകടനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കെ സുധാകരൻ സതീശേട്ടന് കൊടുത്തേക്കുന്ന പണിയാണത്. കാരണം കേന്ദ്ര നിരീക്ഷകരുള്ള സമയത്ത് ഹൈക്കമാൻഡിന്റെ തീരുമാനം വരുന്നതിന് മുമ്പായിട്ട് ഓരോ MLA-മാരുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തെരുവിലേക്ക് ഇറക്കി വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു PR വർക്കിന്റെ ഭാഗമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാവത്തില്ലേ? എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമല്ലേ? സതീശൻ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ PR വർക്കൊക്കെ അവസാനിപ്പിക്കണം. PR വർക്കൊക്കെ അവസാനിപ്പിച്ചിട്ട് നല്ലൊരു കോൺഗ്രസ്സുകാരനായിട്ട് നിൽക്കണം. ഞാൻ പറഞ്ഞത് അധികം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. ഇനിയും 10-20 വർഷക്കാലം കേരള രാഷ്ട്രീയത്തിൽ വളരെ സജീവമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് വി.ഡി. സതീശന് സാധിക്കും. അങ്ങനെ സാധിക്കുന്ന വി.ഡി. സതീശനെ സംബന്ധിച്ചിട്ട് ഈ പ്രാവശ്യം ഒന്ന് മാറി നിൽക്കണമെന്നേ. ഇപ്പൊ KC വേണുഗോപാൽ തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നും പറയുന്നില്ല. പക്ഷേ KC വേണുഗോപാലും വി.ഡി. സതീശനും ഏകദേശം ഒരേ പ്രായത്തിൽപ്പെട്ട ആളുകളാണ്, ഒരേ കാലഘട്ടത്തിൽപ്പെട്ട ആളുകളാണ്. അതേസമയം രമേശ് ചെന്നിത്തല കുറച്ചുകൂടി സീനിയറാണ്. അദ്ദേഹത്തിന് ഇനി 5 വർഷത്തിന് മുകളിൽ രാഷ്ട്രീയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ അതിനർത്ഥം എന്താണെന്ന് വേറൊരു അർത്ഥത്തിൽ എടുക്കരുത്. പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്കാണ് ഇപ്രാവശ്യം ഇവിടെ അവസരം കൊടുക്കേണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാനദണ്ഡങ്ങൾ പരിശോധിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ അനുഭവ പരിചയം നോക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുന്നേ. കോൺഗ്രസ് കെ കരുണാകരൻ കോൺഗ്രസ് പിളർത്ത് DIC രൂപീകരിക്കുന്ന സമയത്ത് ഇവിടെ കോൺഗ്രസ് ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് പോയിരുന്നു. കേരളത്തിലെ എത്ര പഞ്ചായത്തുകൾ അട്ടിമറിക്കപ്പെട്ടു എന്നറിയോ? എത്ര പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, അങ്ങനെ അട്ടിമറിക്കപ്പെട്ട സ്ഥലത്ത് നിന്ന് എല്ലാ ബൂത്തുകളിൽ നിന്നും പ്രവർത്തകർ DICയുടെ യൂണിറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് പ്രവർത്തകർക്ക് ആവേശം നൽകിക്കൊണ്ട് പല നേതാക്കന്മാരെയും കോൺഗ്രസിനകത്ത് തന്നെ പിടിച്ചു നിർത്തിക്കൊണ്ട് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തി മുൻപോട്ട് കൊണ്ടുവന്ന ആളുടെ പേരാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത്. അന്ന് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നത് ശ്രീ ഉമ്മൻചാണ്ടിയാണ്. 2011 രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റ്,
പ്രതിപക്ഷ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. വേണമെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് പറയാൻ പാടുണ്ടായിരുന്നില്ലേ, എൻ്റെ കഴിവ് കൊണ്ടാണ് സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്നത് എന്ന്. അന്ന് രമേശ് ചെന്നിത്തലയ്ക്കുണ്ടായിരുന്ന ജനസ്വാധീനം മനസ്സിലാക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിട്ട് ചുമതലയേൽക്കാൻ വേണ്ടി പോയ സമയത്ത് ഒരു മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ആളുകൾ ഓടിയെത്തുന്ന അത്രയും ജനം ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓടി തിരുവനന്തപുരത്തെത്തിയിരുന്നു. അത്രയും ജനപ്രീതിയുള്ള ഒരു നേതാവ് തന്നെയാണ് ശ്രീ രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു രമേശ് ചെന്നിത്തല തന്നെയാണ് മുഖ്യമന്ത്രിയായിട്ട് വരേണ്ടത്. അതല്ല എങ്കിൽ കെ.സി. വേണുഗോപാലേ വരത്തുള്ളൂ. ഇനി ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും, വി.ഡി. സതീശൻ എന്ന് പറയുന്നയാൾ ഈ ടൈമിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവത്തില്ല. കാരണം ഹൈക്കമാൻഡ് ഒരു കാരണവശാലും വി.ഡി. സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കാനും പോകുന്നില്ല. കാരണം രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ സോണിയാഗാന്ധിക്ക് നേരത്തെ മുതൽ തന്നെ ഈ മുഖ്യമന്ത്രി വിവാദത്തിലൊക്കെ അതൃപ്തി പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സതീശൻ ഒരു കാര്യം മനസ്സിലാക്കുക, വി.എസ്. അച്യുതാനന്ദന് വേണ്ടി കമ്മ്യൂണിസ്റ്റുകാർ തെരുവിലിറങ്ങിയ പോലെയൊന്നും ഒരു കോൺഗ്രസ്സുകാരനും വി.ഡി. സതീശന് വേണ്ടി തെരുവിലിറങ്ങത്തില്ല. കുറച്ച് വൈകാരികമായിട്ട് പ്രതികരിക്കുന്ന കുറേ ആൾക്കൂട്ടങ്ങൾ ഒരുപക്ഷെ സതീശേട്ടന് വേണ്ടി മുദ്രാവാക്യമൊക്കെ വിളിച്ച് നിന്നേക്കാം. അതും ഏറിയാൽ 1-2 ദിവസം. പുതിയ മുഖ്യമന്ത്രി വരുന്നതോടുകൂടി താങ്കൾ രാജിവെച്ച് പോയി കഴിഞ്ഞാൽ അതിൻ്റെ നഷ്ടം താങ്കൾക്ക് മാത്രമായിരിക്കും. താങ്കളുടെ കഴിഞ്ഞ കാലഘട്ടത്തിലെ രാഷ്ട്രീയ ജീവിതം മുഴുവൻ അവസാനിപ്പിക്കുന്നതിന് തുല്യമാണ് അതെന്ന് മനസ്സിലാക്കുക. ഈ സംഭവിക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല, വി.ഡി. സതീശനെയും രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ കെ.സി. വേണുഗോപാലും ഇവിടെ ഒരുമിച്ചിരിക്കും. രാഹുൽ ഗാന്ധി ഉണ്ടാവും, മല്ലികാർജ്ജുൻ ഖാർഗെയും ഉണ്ടാവും. അവിടെ ഇരുന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കും. രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കി കേരളത്തിൽ കൊണ്ടുവരും. അതിനുശേഷം ഒരു 2 വർഷം കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 3 വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആ സമയമാകുമ്പോഴത്തേക്ക് അന്നേരത്തേക്ക് ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഏകദേശം മൂർച്ഛിച്ചിട്ടുണ്ടാവും. അന്നേരത്തേക്ക് കെ.സി. വേണുഗോപാൽ തന്നെ വീണ്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വരാനായിട്ടുള്ള സാധ്യതകളെയാണ് നമ്മൾക്ക് മുമ്പിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ബാക്കിയുള്ള വരും ദിവസങ്ങളിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ ഈ ജനത്തെ പുച്ഛിക്കുന്നതിന് തുല്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ കോൺഗ്രസിൽ ഇപ്പോഴുള്ള ആളുകൾക്ക് അറിയാൻ പാടില്ല ഉണ്ടായിരിക്കും, ഒരു സ്വാഭാവിക പ്രോസസ്സിനെ പോലും തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രകടനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പല വാർത്താ മാധ്യമങ്ങൾക്കും വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കിയേ പറ്റൂ എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത് ശരിയല്ല. മാധ്യമങ്ങളല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത്. ജനങ്ങൾ തെരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്ന MLA-മാരുണ്ട്. ആ MLA-മാർ മുഖ്യമന്ത്രിയെ തീരുമാനിക്കട്ടെ എന്നാണ് വെക്കേണ്ടത്. അഭിപ്രായങ്ങൾ പറയാം. ഇപ്പം നമ്മൾ അഭിപ്രായം പറയുന്നുണ്ട്, അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ മതി. അതല്ലാതെ ഇല്ലാത്ത വാർത്തകൾ കെട്ടിച്ചമച്ചു വിടുന്നത് തീരെ ശരിയായിട്ടുള്ള ഒരു രീതിയല്ല എന്ന് ഒരു സ്വയം വിമർശനം കൂടി നമുക്ക് ഇവിടെ നടത്തേണ്ടതുണ്ട്.